എന്താനിയ പ്രേമലേഖനം വായിച്ച് രസിക്കുകയാണോ? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെയുള്ള പ്രേമലേഖനമാണ്. രണ്ടുപേർക്കും കൂടി ഒരു ലേഖനോ? പ്രിയപ്പെട്ട ആനമുറ്റത്തെ ഉണ്ണിമാർ അറിയുന്നതിന് അമ്മാവന്റെ മകളായി തറവാട്ടിൽ അവതരിച്ചിരിക്കുന്ന ജയലക്ഷ്മി വ്യാജ വേഷമാണ്. അവളുടെ ഉദ്ദേശം തറവാട് സ്വത്തിന്റെ ഒരു ഭാഗം കൈക്കലാക്കുക എന്നുള്ളതാണ്. ജാഗ്രത, ഒരു അഭ്യുദയകാംക്ഷി. ഇതാരാ ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ തന്നയച്ചത്? അയാളെ ഈ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടൊരു ഗുജറാത്തി കട്ടുണ്ട്. മെലിഞ്ഞ് നീണ്ടൊരു കുറ്റിത്താടിക്കാരനായിരുന്നു. താടിയില്ല. താടിയുണ്ട്. താടിയില്ല. താടിയുണ്ട്. യാതൊരു പരിചയമില്ലാത്തവന് ലെറ്റർ മേടിച്ചോണ്ട് വന്നിട്ട് ഇതുവല്ല ലെറ്റർ പോകുമ്പോയിരുന്നു ഇപ്പൊ പൊട്ടി തെറിച്ചേരെ. മണ്ടം കൊണാപ്പിള അലവല. എന്നാലും ആരായിരിക്കും ആ അഭ്യുദയകാംക്ഷി? അതിനെ കുറിച്ചൊന്നും നീ അന്വേഷിക്കണ്ട. എത്രയും പെട്ടെന്ന് നീ തറവാട്ടിൽ നിന്ന് ആ പെണ്ണിനെ ഇറക്കി വിടണം. വരട്ടെ. ഈ ഊമക്കത്തൊരു തെളിവാക്കാൻ പറ്റില്ല. ശരിയായ തെളിവുകൾ ശേഖരിച്ച് അവൾ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു വിട്ടാ മതി. എന്റെ അനിയനാണെങ്കിൽ നിനക്ക് ബുദ്ധിയുണ്ട്. അതെ. എന്തിനാണ് അതെന്ന് പറഞ്ഞത്? എതിരെ വരുന്നവരൊക്കെ മാറിക്കോ, ചേട്ടന്മാരെ മാറിക്കോ. പറഞ്ഞ വിചാരി എന്തായി? സംഗതി ഒപ്പിച്ചു. എങ്ങനെ ഒപ്പിച്ചത്? പറ. ഇങ്ങനെ ഈ കാലി കുപ്പി അല്ല ഉണ്ണിച്ചേട്ടാ, കുപ്പിയിൽ ഇറക്കാന്ന് കേട്ടിട്ടില്ലേ? അതിനുള്ള ഉപകരണമായത്. അതിനവൾ ഇതിനകത്ത് കൊള്ളൂ. ഇനി അഥവാ അവളെ അതിനകത്ത് കുത്തിക്കയറ്റി അതിന് എന്ത് ചെയ്യാനാ? അവളെ കെട്ടാനല്ല, പിന്നെ അവളെ രക്തം ഊറ്റിയെടുക്കാനാ. രക്തം ഊറ്റിയെടുക്കാനോ? എന്തിന്? അവളുടെ അച്ഛൻ ആനമുറ്റത്ത് ശിവശങ്കര മേനോൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പുതിയൊരു പരീക്ഷണമുണ്ട്. IRDP എന്നോ മറ്റാണ് അതിന്റെ പേര്. അവളുടെ രക്തം കൊണ്ട് കൊടുത്താൽ മതി, തന്തേനെ അവര് കണ്ടുപിടിച്ചോളും. എന്റെ അമ്മൂമ്മയുടെ IRDP രണ്ടും സ്ഥലം. അല്ല അല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. അവള് കിടന്ന് ഉറങ്ങുമ്പോ കയ്യോ കാലോ വെട്ടി കുറെ രക്തം ഞങ്ങൾ ഊറ്റിയെടുത്തോളാം. കയ്യും വെട്ടണ്ട, കാലും വെട്ടണ്ട. അവൾ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ സമാനായി. നമ്മൾ മെനക്കെട്ടത് വെറുതെ. പോക്കത്തിനെ കാണിക്കരുത്. ആ ചാള പറയുന്നതിന്റെ ഇവിടെ പറങ്ങി മാങ്ങിയിട്ട് മാറ്റി നല്ല അസൽ കനാൽ പരിങ്ങിയിട്ടും ഒരു വാച്ചോണ്ട് വിട്ടു. ബ്രേക്ക് കൂടെ നന്നായിക്കോ. ഞങ്ങൾ ചവിട്ടുന്നില്ല. പിന്നെ ചുവന്നോണ്ട് പോവാടാ. തുപ്പാക്കി, എടാ തുപ്പാക്കി, ഇവനെന്ത് എവിടെ പോയി കിടക്കണ്? വിളിച്ചായിരുന്നോ? വേഗം പോയി ആ കോളാമ്പി എടുത്തിട്ട് വാ. അത് ഇവിടെയൊന്നും കണ്ടില്ല. അതെ, ഇതിവിടെ ചുമ്മാ ഇരിക്കില്ലേ? അതെടുത്ത് തിരിച്ചു വെച്ചങ്ങ് തുപ്പിയാ പോരെ. പോയി കോളാമ്പി എടുത്തിട്ട് വേണം. അതന്നെ പാതി പോയി കാണും. കഴുത തിന്ന് മുടിപ്പിച്ച് നടക്കാൻ കൊള്ളാം. നീ അങ്ങോട്ട് പോണു? കുളിക്കാൻ. എന്താ പോരുന്നോ? ഇഞ്ചിയും താളിയും ഒക്കെ ആയിട്ട് ഞാനും നിന്റെ കൂടെ പോരാം. തോഴിയായിട്ട് നീരാടാനേ. ഈ വല്യച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ? മോള് പോയി കുളിച്ചോ? ഞാനും വരണോ? വേണ്ട. കൂടെ പോകാഞ്ഞതെന്തേടി? ചെന്ന് കുളിപ്പിച്ച് തോർത്തി കൊടുത്ത് കൊണ്ടുവന്ന് തൊട്ടിലും കെട്ടി ആട്ടി കൊടുക്കാൻ മേലായി. അതെ, എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അതിന് നമ്മൾ ആദ്യമായിട്ടല്ലോ പരിചയപ്പെടുന്നത്. അല്ല, കുട്ടിയെ വിശാലമായിട്ടൊന്ന് പരിചയപ്പെട്ടാ കൊള്ളാമെന്നുണ്ടല്ലേ? പരിപാവനമായ ക്ഷേത്ര പരിസരം അതിന് പറ്റിയ ഒരു വേദിയാണല്ലോ ഇത് കരുതി. ശരി, പരിചയപ്പെട്ടിരിക്കുന്നു. എന്താ പോരെ? നൊന്തോ? സ്വല്പം. ചില വിവരങ്ങൾ അറിയാനുണ്ട്. ചോദിച്ചോളൂ. ഈ ലക്ഷ്മി എന്നുള്ളത് കള്ളപ്പേരാണെന്ന് അറിയാം. യഥാർത്ഥ പേരെന്താണ്? എന്താ കുട്ടിയുടെ റീജിയൻ? എന്താ ജാതി എന്താണെന്ന്? റിലീജിയൻ. അതെ. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? കുട്ടിയുടെ അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, അമ്മൂമ്മയുടെ പേര്, അപ്പൂപ്പന്റെ പേര്. ഇതിന്റെ കല്യാണാലോചനയ്ക്ക് വന്നതാ? അല്ല, കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിന് ഞാനൊരുക്കുക. ബാച്ചിലർ. ഞാനൊരു ചാൻസലറാണ്. അല്ല, വിവാഹത്തിന് ചാൻസ് അന്വേഷിച്ച് നടക്കുന്ന ഒരാൾ. ഞങ്ങൾ പുകഴ്ത്തി പറയാണെന്ന് കരുതരുത്. ലക്ഷ്മി ആയതുകൊണ്ട് മാത്രമാ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ ആനമറ്റംകാരെ അതൊന്നും പറയണ്ട. ഞങ്ങള് മൂക്കൊണ്ട് എന്ന് വരപ്പിച്ചേനെ. മറ്റേ കാര്യം നീ ചോദിക്കണോ അതോ ഞാൻ? കുട്ടി ആരാണെന്നുള്ള സത്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞാൽ എന്തുപകാരം ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്. അതല്ല, ആനമുറ്റങ്കാരൻ വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ആനമുറ്റം തറവാട്ടിൽ നമുക്കെല്ലാവർക്കും തുല്യ അവകാശമാ. ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നിരവധി കേസുകൾ ഇനിയുമുണ്ട്. കസബ സ്റ്റേഷനിലെ കരിമ്പുലി തോമ, കരുവാറ്റയിലെ സുകുമാരക്കുറുപ്പ്, കാഞ്ഞിരപ്പള്ളിയിലെ കഞ്ചാവ് ജോസ്, ഇവരൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഈ പഞ്ചാബ കേസിന്റെ കയ്യിൽ വന്ന് വീഴും. അതിന്റെ കൂടെ ഈ നിസാര കേസ് കൂടി. ശിവശങ്കര മേനോന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് ഞാൻ കണ്ടെത്തും. അതിനു മുൻപ് പ്രതി കീഴടങ്ങുന്നതാണ് നല്ലത്. സബ് ഇൻസ്പെക്ടർ പഞ്ചാബ കേശനാണ് പറയുന്നത്. പഞ്ചാബ് അശോകന
അപ്പൊ സാറ് പഞ്ചാബിലാണോ ജനിച്ചത്? പഞ്ചാബ് അശോകനല്ല, പഞ്ചാബകേശൻ. ഓ ഔദ്യോഗിക നിർവഹണത്തെ വഴിതെറ്റിക്കുന്ന ഹീനമായ ചോദ്യങ്ങൾ ചോദിക്കരുത്. ശിവശങ്കര മേനോനെ ആരാണ് കൊന്നത്? പറയൂ, പറയൂ, പ്ലീസ് ടെൽ മീ. എന്റെ കൈ വെറുതെ മെനക്കെടുത്തരുത്. നിങ്ങൾക്ക് ആ സത്യം അറിയില്ലെങ്കിൽ പറയണമെന്നില്ല, നിങ്ങൾക്ക് പോവാം. പക്ഷേ ഒന്നുമില്ല, പൊക്കോളൂ, പൊക്കോളൂ. നിങ്ങളുടെ പേരെന്താ? ബാലരാമൻ നായർ. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാനിവിടുത്തെ ദേവകിയുടെ സംബന്ധക്കാരനാ. മരിച്ചുപോയ ശിവശങ്കര മേനോനോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വൈരാഗ്യം വല്ലതും ഉണ്ടായിരുന്നു? ഏയ് ഒന്നുമില്ല. എന്റെയും ദേവകിയുടെയും സംബന്ധം കഴിഞ്ഞ് ഒരു 1.5 വർഷമായപ്പോ അളിയൻ ഇവിടുന്ന് പോയതാ. പിന്നെ ഈടെ വന്നപ്പോ ഒന്ന് കാണണ്ടായി, അത്ര തന്നെ. ഈ പറഞ്ഞ സത്യമെല്ലാം സത്യമായിരിക്കണം, പിന്നെ മാറ്റി പറയരുത്. ഇല്ല. ആ പോ പോ. സംഭവം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? എന്ത് സംഭവം? ശിവശങ്കര മേനോന്റെ മരണം എന്ന സംഭവം. അത് ഞാൻ എങ്ങനെ പറയും? അവൻ ചത്ത സമയം പറയാം, എവിടെയായിരുന്നു എന്ന് ഞാനും പറയാം. ഡെഡ് ബോഡി നിങ്ങൾ കണ്ടോ? എന്തു ബോഡി എന്നാ പറഞ്ഞേ? കേറിപ്പോ. ശിവശങ്കര മേനോൻ ചത്തുപോകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഇല്ല. അയാൾ മരിച്ചാൽ നിങ്ങളുടെ മകനെ കൊണ്ട് വിളക്കെടുപ്പിക്കാമെന്ന് ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? ഇല്ല. എന്തു ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയാൻ നിങ്ങൾ കരുതിക്കൂട്ടി തയ്യാറെടുത്തിരുന്നില്ലേ? ഇല്ല. ഓ, ഒന്ന് കേറി പോകുന്നുള്ളോ? അയ്യോ, കുട്ടി എന്തിനാ കരയുന്നേ? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്നെ അത്രയ്ക്ക് പേടിയാണോ? എന്താ ഇത്, കൊച്ചു കുട്ടികളെ പോലെ? സുജാതെ, നീ കയറിപ്പോന്നുണ്ടോ? നിന്റെ പേരെന്താടാ? ചന്തു. തുപ്പാക്കി ചന്തു എല്ലാരും വിളിക്കണേ. നിന്റെ അച്ഛൻ എന്താ, തോക്കോ? അല്ല. ശിവശങ്കര മേനോനെ കൊന്നതിന് നിനക്ക് എത്ര രൂപ കിട്ടി? കുറുപ്പേ, വണ്ടിയെടു. ഇന്ന് വരെ ഈ തറവാട്ടില് ഒരു പോലീസുകാരൻ കയറി വരാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇത് ആര് കാരനാ? ഇപ്പോൾ ഒറ്റരുത്തിയ കാരണം. ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തിന്നാണോ പറയുന്നത്? കുട്ടി ഇങ്ങോട്ട് വന്നോണ്ടാ പോലീസുകാരെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. കുടുംബത്തിൽ ഒരാളുടെ മരണം സംശയമായി നടന്നാൽ അന്വേഷണമായി പോലീസ് ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടാ പോവാ? അതിന് ഇവിടെ വെച്ച് ആരും മരിച്ചിട്ടില്ല. ഇവിടെ വെച്ച് മരിക്കണമെന്നില്ല. ഇവിടെയുള്ള ഒരാളെ എവിടെ വെച്ച് മരിച്ചാലും പ്രാഥമിക ഒന്ന് അന്വേഷണം. നിർത്തുന്നുണ്ടോ? ഇവിടെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് അയാൾ ഒരു പ്രാഥമികം. അതെ, നമ്മുടെ അമ്മ തന്നെ ഏട്ടനെ പ്രസവിച്ചത്. അത് അങ്ങനെയല്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ അമ്മ തന്നെ അവനെയും പ്രസവിച്ചത്. പക്ഷേ 22 കൊല്ലം മുമ്പ് അവൻ ചത്തുപോയി. അന്ന് മരിച്ചതേ നിങ്ങളുടെ അനിയനാവും. പക്ഷെ എന്റെ അച്ഛൻ ഇപ്പോഴും മരിച്ചിട്ടില്ല. എന്റെ മനസ്സിലുണ്ടാവും എന്നും. എനിക്കത് മതി. നിന്റെ ചാട്ടം ഞാൻ നിർത്തി തരാടി. ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടുപിടിച്ചോളാം.